Okay, makale, page number 83. Page number 83, Deccan Plateau. Deccan Plateau extends from the Vindhyas in the north to the southern tip of peninsula. It is bounded by Western Ghats and Eastern Ghats. Both these hill ranges meet at Nilagiri Hills. നമ്മൾ രാവിലെ പറഞ്ഞതാണ് ഈ രണ്ട് ഹിൽ റേഞ്ചസും നീലഗിരി കുന്നുകളിൽ കൂട്ടിമുട്ടുന്നു കൂടിച്ചേരുന്നു നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അടുത്ത പോയിന്റ് നോക്ക്. ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഹാസ് ദ വിന്ധ്യ റേഞ്ച്, ദ മഹാദേവോ ഹിൽസ്, ദ കൈമൂർ ഹിൽസ് ആൻഡ് മൈക്കാല റേഞ്ച്. ഓക്കെ, നോർത്തേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ, അതായത് നോർത്തേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂൽ എന്തൊക്കെയുണ്ട്? വിന്ധ്യ റേഞ്ച് ഉണ്ട്, മഹാദേവോ ഹിൽസ് ഉണ്ട്, കൈമൂർ ഹിൽസ്. ദീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ഡെക്കാൻ പ്ലാറ്റ്യൂ. സെക്കൻഡ് പോയിന്റ്, വെസ്റ്റേൺ ഗാർഡ്സ് ഓൾസോ നോൺ ആസ് സഹ്യാദ്രി. വെസ്റ്റേൺ ഗാർഡ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്? സഹ്യാദ്രി. വെസ്റ്റേൺ ഗാർഡ്സിന് എന്തറിയപ്പെടുന്നു? സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. ഹാവ് ദ സഹ്യാദ്രി ഹിൽസ്, നീലഗിരി ഹിൽസ്, ആനമലൈ ആൻഡ് കാർഡമം ഹിൽസ്. ഇപ്പൊ സഹ്യാദ്രി, വെസ്റ്റേൺ ഗാർഡ്സ് ഓൾസോ നോൺ ആസ് സഹ്യാദ്രി. ദീസ് വെസ്റ്റേൺ ഗാർഡ്സ് ഓർ സഹ്യാദ്രി ഹാവ് നീലഗിരി ഹിൽസ്, ആനമല, കാർഡമം ഹിൽസ് എക്സെട്ര. ആനമുടി its height is about 2695. അതാരാ ചോദിച്ചാള്? ഷനീഫെ, പേജ് നമ്പർ 83. രാവിലെ ക്ലാസ് കഴിഞ്ഞാൽ അത് അറിയില്ലേ നിങ്ങൾക്ക് എത്രയായിരിക്കും അടുത്ത പേജ് എന്നുള്ള കാര്യം? രാവിലെ ക്ലാസ്സിൽ കയറിയതല്ലേ, അപ്പൊ അതിന്റെ ബാക്കിയായിരിക്കും എന്നുള്ള കാര്യം അറിയുന്നല്ലേ അല്ലേ ഹലീമ? അല്ലേ? യെസ്. ഇപ്പം വെസ്റ്റേൺ ഗാർഡ്സ് ഓൾസോ നോൺ ആസ് സഹ്യാദ്രി. ദിസ് സഹ്യാദ്രി ഓർ വെസ്റ്റേൺ ഗാർഡ്സ് ഹാവ് സഹ്യാദ്രി ഹിൽസ്, നീലഗിരി ഹിൽസ്, ആനമലൈ ഹിൽസ്, കാർഡമം ഹിൽസ് എക്സെട്ര. Then ആനമുടി is the highest peak in Deccan Plateau. ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ആനമുടി is the highest peak in Deccan Plateau. Its height is about 2695. Adira, listen here. Heaven also. ഇപ്പൊ വെസ്റ്റേൺ ഗാർഡ്സിന്റെ മറ്റൊരു പേര് സഹ്യാദ്രി എന്നാണ്. ഈ സഹ്യാദ്രിയിൽ എന്തൊക്കെയുണ്ട്? സഹ്യാദ്രി കുന്നുകള്, നീലഗിരി കുന്നുകള്, ആനമല, കാർഡമം. പിന്നെ ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ ഹയസ്റ്റ് പീക്കാണ് ഏത്? ആനമുടി അല്ലെ. ആനമുടി is the highest peak in Deccan Plateau. Its height is about 2695. 2695 മീറ്റർ ഹൈറ്റ് ഉള്ള ആനമുടിയാണ് ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ ഹയസ്റ്റ് പീക്ക്. Then last point, the Eastern Ghats are broken into small hill ranges by rivers such as Mahanadi, Godavari, Krishna and Kaveri. Most rivers of the peninsular India flow into the Bay of Bengal. The Narmada and the Tapi rivers in the northwestern part, however, flow into the Arabian Sea. Godavari is the longest river of the peninsular India. Next one, Eastern Ghats. Eastern Ghats are broken into many hill ranges. Eastern Ghats പല ചെറിയ ചെറിയ ഹിൽ റേഞ്ചസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. ബൈ റിവേഴ്സ്. എന്തുകൊണ്ട്? റിവേഴ്സ് മൂലം. such as മഹാനദി, ഗോദാവരി, കൃഷ്ണ കാവേരി. കൃഷ്ണാനദി, ഗോദാവരി, മഹാനദി, കാവേരി എന്നിവ മൂലം വെസ്റ്റേൺ ഗാർഡ്സ് ബ്രോക്കൺ ഇൻറ്റു സ്മോൾ റേഞ്ചസ്. വെസ്റ്റേൺ അല്ല, ഈസ്റ്റേൺ ഗാർഡ്സ്. ഈസ്റ്റേൺ ഗാർഡ്സ് ബ്രോക്കൺ ഇൻറ്റു മെനി ഹിൽ റേഞ്ചസ് by different rivers such as Mahanadi, Godavari, Kaveri, etc. Most rivers of the peninsular India flow into Bay of Bengal. അപ്പൊ പെനിൻസുലറിലെ കൂടുതൽ നദികളും എവിടെ എത്തിച്ചേരുന്നു ഒഴുകിയിട്ട്? ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ അവിടെ മാത്രമല്ല, പെനിൻസുലാർ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഒന്നുകൂടെ പറയാം, ഈസ്റ്റേൺ ഗാർഡ്സ് ആർ ബ്രോക്കൺ ഇൻറ്റു മെനി small hill ranges by rivers, different rivers such as Godavari, Mahanadi, Kaveri, Krishna, etc. Then most of the rivers reach the Bay of Bengal, reach into the Bay of Bengal. Then പിന്നെ പറഞ്ഞു Godavari is the longest river in peninsular India. In peninsular ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവർ ആണ് ഏത്? ഗോദാവരി. അഫ്രാസെ, പേജ് നമ്പർ 83. പേജ് നമ്പർ 83. ഓക്കെ, കിട്ടിയില്ലേ മക്കളെ?
ഇനി the coastal plains. Last one, the coastal plains. Coastal plains. The Deccan Plateau is bounded by coastal plains in the east and west. They run for about 6,100 kilometers from the Rann of Kutch in the west to East Bay of Bengal. Sorry, Rann of Kutch in the east to West Bay of West Bengal in the east. The western and eastern coastal plains meet at Kanyakumari, the southernmost tip of the Indian mainland. The eastern coast is broader than the western coast. നമ്മൾ പഠിച്ചാണ് coastal plains അല്ലേ? Fourth physical division, that is coastal plains or island അല്ലേ? Coastal plains and islands. Deccan Plateau is bounded by coastal plains in the east and west. They run for about 6,100 kilometers. 6,700 kilometers ഉണ്ട്. എവിടെ നിന്ന്? ഫ്രം റാൻ ഓഫ് കുച്ച് ഇൻ ദ വെസ്റ്റ്. വെസ്റ്റിലെ റാൻ ഓഫ് കുച്ചിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ ഇൻ ദ ഈസ്റ്റിലെ വെസ്റ്റ് ബംഗാൾ വരെ ഏകദേശം 6,100 കിലോമീറ്റർ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും, വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ഈസ്റ്റേൺ ഗാർഡ്സ് ജോയിൻ അല്ലെങ്കിൽ മീറ്റ് അറ്റ് കന്യാകുമാരി. രണ്ടും കൂടെ എവിടെ മുട്ടുന്നു? കന്യാകുമാരിയിൽ അല്ലേ? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഇവിടെ കൂട്ടിമുട്ടുന്നു, കന്യാകുമാരിയിൽ ഒരുമിക്കുന്നു, കൂടിച്ചേരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. കോസ്റ്റൽ പ്ലെയിൻസ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, വെസ്റ്റേണും ഈസ്റ്റേണും. അതിൽ വെസ്റ്റേൺ coastal, the northern part of western coastal plain is called the Konkan coast and the southern part is called Malabar coast. ഇപ്പൊ രണ്ട് തരത്തിലുള്ള കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ പറഞ്ഞു, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. എന്താ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? നോർത്തേൺ പാർട്ട് ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് കോൾഡ് കൊങ്കൺ കോസ്റ്റ്. ശ്രദ്ധിക്കുക, നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ നോർത്ത് ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണിത് കൊങ്കൺ കോസ്റ്റ്. എന്താ കൊങ്കൺ കോസ്റ്റ്? നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ പ്ലെയിൻ അല്ലെ? നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് നോൺ ആസ് കൊങ്കൺ കോസ്റ്റ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ നോർത്ത് ഭാഗത്തെയാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയാം, മറക്കാൻ പാടില്ല. അതുപോലെ സൗത്ത് ഭാഗത്തെ എന്ത് പറയുന്നു? മലബാർ കോസ്റ്റ് എന്ന് പറയുന്നു. നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഈസ് നോൺ ആസ് കൊങ്കൺ കോസ്റ്റ്. പിന്നെ southern part of the southern part of the western coast is known as Malabar coast. മനസ്സിലായില്ലേ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്റെ നോർത്ത് ഭാഗത്തെ കൊങ്കൺ കോസ്റ്റ് എന്നും പിന്നെ സദേൺ പാർട്ടിനെ മലബാർ കോസ്റ്റ് എന്നും പറയുന്നു. ഓക്കെ, ഇനി ദ ബാക്ക് വാട്ടേഴ്സ് ലോക്കലി കോൾഡ് കായൽസ് ആർ എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ മലബാർ കോസ്റ്റ്. മലബാർ കോസ്റ്റിലെ ഒരു പ്രത്യേക ഫീച്ചറാണ്, മലബാർ കോസ്റ്റിലെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇത് കായൽ അല്ലേ? കായൽ അറിയില്ലേ? നെക്സ്റ്റ് വൺ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. നെക്സ്റ്റ് വൺ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. Northern part of the eastern coastal plain is called Northern Circus and the southern part is called Coromandel coast. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ്. മാറിപ്പോകരുത്, ഞാനതാ വീണ്ടും പറയുന്നത്. നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഈസ് നോൺ ആസ് കൊങ്കൺ കോസ്റ്റ് അല്ലേ? Southern part of the western coast is known as Malabar coast. ഇനി northern part of the eastern coastal plain is known as Northern Circus and northern part of the southern coast is known as Coromandel coast. കൺഫ്യൂസ്ഡ് ആയില്ലേ? കൺഫ്യൂസ്ഡ് ആയില്ലേ? എന്താ കൺഫ്യൂസ്ഡ് ആയത് നോക്ക്. നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, നോർത്തേൺ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഈസ് കൊങ്കൺ കോസ്റ്റ്. നോർത്തേൺ പാർട്ട് ഓഫ് ദ സദേൺ പാർട്ട് ഈസ് നോൺ ആസ് മലബാർ കോസ്റ്റ്.
ഇനി നോർത്തേൺ പാർട്ട് ഓഫ് ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ that is northern Circus and southern is Coromandel coast. മാറരുതേ. ഓക്കെ, അത് 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് വൺ ഐലൻഡ്സ്. ഐലൻഡ്സ് നമുക്കറിയാം എന്താ, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. Apart from sea, several islands found along the coast India, there are 2 main groups of island. One of them is the Lakshadweep island in the Arabian Sea and other one is Andaman and Nicobar Deep. അതായത് 2 തരത്തിലുള്ള ഐലൻഡ്, 2 ഐലൻഡ് അല്ലെ, 2 groups of island in the case of India. Which are the 2 groups of island? First one is Lakshadweep. Lakshadweep is in Arabian Sea അല്ലെ, Lakshadweep island is in Arabian Sea and Andaman and Nicobar islands in Bay of Bengal. Bay of Bengalile ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡും അതുപോലെ അറേബ്യൻ സീയിലെ ലക്ഷദ്വീപും. ദീസ് ആർ ദ 2 islands, two main groups of islands in India. Islands of India. ഓക്കെ, മനസ്സിലായില്ലേ? ഏതൊക്കെയാ? ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ലക്ഷദ്വീപ് ഈസ് ഇൻ അറേബ്യൻ സീ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇൻ Bay of Bengal. Minicoy, with an area of about 5 square kilometers, is the largest island in the Lakshadweep group. Andaman and Nicobar group stretches for a distance of about 600 kilometers. Most of these islands are mountainous and are covered with thick forest. Minicoy with an area of about 5 square kilometers. It is the largest island in the Lakshadweep group. ഇതെന്താണ്? ലക്ഷദ്വീപിലെ ലാർജസ്റ്റ് ഐലൻഡ് ആണ്. പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഗ്രൂപ്പ് സ്ട്രെച്ചസ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 600 കിലോമീറ്റർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് 600 കിലോമീറ്റർ. മോസ്റ്റ് ഓഫ് ദീസ് ഐലൻഡ്സ്, ഈ ഐലൻഡ്സ് മുഴുവൻ എന്താണ്? തിക്ലി പോപ്പുലേറ്റഡ് ആണ് അല്ലെ, തിക്ലി ഫോറസ്റ്റഡ് ആണ്. തിക്ലി പോപ്പുലേറ്റഡ് അല്ല, തിക്ക് ഫോറസ്റ്റ് ആണ്. ഒരുപാട് മരങ്ങൾ ഈ ഐലൻഡ്സിലുണ്ട്. ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ മക്കളെ, പെട്ടെന്ന് വായിച്ചു നോക്കൂ. ജോയലെ തല കൈവെക്കാനല്ല പറഞ്ഞ, വായിച്ചേ. അർജുനെ വായിച്ചേ മോനെ.
ലെസൺ കഴിഞ്ഞു. പെട്ടെന്ന് വായിച്ച എല്ലാവരും. വായിച്ചില്ലേ? ഓക്കെ. ഇനി അതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ടിക് ദ കറക്റ്റ് ആൻസർ ചെയ്തോ. ഓൾ ഓഫ് യു ഫൈൻഡ് ദ ആൻസേഴ്സ് ഓഫ് എ. എയുടെ ആൻസർ കണ്ടുപിടിച്ചോ. First one, which of the following is the highest mountain peak in India? Highest mountain peak in India. Highest mountain peak in India. Godwin Austen, Kanchenjunga, Nanda Devi, Dhaulagiri. Highest mountain peak in India. ഏതാ കറക്റ്റ്? ഹയസ്റ്റ് മൗണ്ടൈൻ പീക്ക്. നോക്ക്, ടെക്സ്റ്റ് എടുത്തോ. ഹയസ്റ്റ് മൗണ്ടൈൻ പീക്ക് കണ്ടോ? ഏതാ കറക്റ്റ് ആൻസർ? ജസ്റ്റിസേ, ജുവാന പറയുന്നു 2 എന്ന്. ജസ്റ്റിസ് ഏതാ കറക്റ്റ്? ഓപ്ഷൻ കാണിച്ചാൽ മതി കൈയും കൊണ്ട്. ഹയസ്റ്റ് മൗണ്ടൈൻ പീക്ക് ഇൻ ഇന്ത്യ. വേൾഡ് അല്ല, പീക്ക് ഇൻ ഇന്ത്യ. ഓപ്ഷൻ ജീവ പറയുന്നു 2 എന്ന്. ഏതാ കറക്റ്റ് ആൻസർ പറ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ടിക് ദ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. ടിക് ദ കറക്റ്റ് ആൻസറും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫാൾസും മാച്ച് ദ കോളം. A, B, C and D are your homework. ഓക്കെ, എന്നാ പിന്നെ എനിക്ക് നോട്ട് തരാലോ. ഓക്കെ, എയും ബിയും സിയും ഡിയും നിങ്ങൾ ഹോംവർക്കായി എടുക്കുക. പിന്നെ ഈ നിങ്ങൾ നോട്ടായി ചെയ്തോ. ഈ 3 examples of each of the following. 3 examples of each of the following. Write down. ഒന്നാമത്തത് മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ദ ഹിമാലയാസ്. മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ദ ഹിമാലയാസ്. മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ഹിമാലയാസ്. എല്ലാവരും എ മുതൽ ഡി വരെയുള്ള നോട്ടിലേക്ക് ചെയ്യണം. നോട്ട് നോക്കുമ്പോൾ ഇല്ലാതിരിക്കാൻ പാടില്ല, അതാ പറയുന്നത്. Give 3 examples of each of the following. ഒന്നാമത്തത് മൗണ്ടെയിൻ റേഞ്ചസ് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയസിലെ മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയത്? ഗ്രേറ്റർ ഹിമാലയ, പിർപാഞ്ചൽ എഴുതിക്കോ, ഗ്രേറ്റർ
Himalayas. Greater Himalayas. फिर पांचल. फिर पांचल. फिर पांचल. देन പിന്നെ ധൗലാധാർ. ധൗലാധാർ. DHAULA ധൗല. ധൗലാധാർ. Second one, hill ranges in the Parvachal. Hill ranges in Parvachal. Parvachalile hill ranges ഏതൊക്കെയാണ്? എഴുതിക്കോ. നാഗ ഹിൽസ്. നാഗ ഹിൽസ്, മിസോ ഹിൽസ്, MIZO, മിസോ ഹിൽസ്. മിസോ ഹിൽസ്. ഗാരോ ഹിൽസ്, GARO, ഗാരോ ഹിൽസ്. ഖാസി, KHASI, ഖാസി ഹിൽസ്. Then Jainisha, JAINITIA, Jainisha hills, etc. Okay. Then third one, tributaries which join river Ganga from the south. Tributaries which join river Ganga from the south. Answer, Yamuna, Sun, then fourth one, hill ranges surrounding the peninsular plateau. Hill ranges surrounding the peninsular plateau. Aravallis, 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 Vindhyas, VINDHYAS, Vindhyas. Krishna, KRISHNA, Krishna. Krishna. Kaveri, 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 Kaveri. Then fourth one, fifth one, rivers which have formed deltas along the eastern coastal plain. Rivers which have formed deltas along the eastern coastal plain. Answer, Mahanadi, Godavari, Krishna,
Krishna, Kaveri, Kaveri, Kaveri. Okay. Next one, write short notes on the following. Write short notes on the following. WRITE, write short notes. Write short notes on the following. First one, Himachal. First one, Himachal. Here you go. The Himachal or the Himachal the Lesser Himalaya. The Lesser Himalaya. Himachal or the Lesser Himalaya lies between, LIES, lies between the Greater Himalaya in the Greater Himalaya in the Greater Himalaya in the north and the Shivalik in the south. The Shivalik in the south. Okay. ഇവിടെ എഴുതിയ കാണുമോ? ഇവിടെ എഴുതിയ കാണുമോ മക്കളെ? ഞാൻ ഇവിടെ കാണില്ലേ? ഓക്കെ. എൻ്റെ ബാക്കി എഴുതുന്നേ ശിവാലിക് ഇൻ ദ സൗത്ത്. ദ പിർപാഞ്ചൽ ആൻഡ്, ഇതിന്റെ ബാക്കിയാണേ. ദ പിർപാഞ്ചൽ ആൻഡ് Dhauladhar are DHAULA. Dhauladhar, Pirpanchal and Dhauladhar are the important mountain ranges. The important mountain ranges. Important mountain ranges in the Himachal. In the Himachal. HIMACHAL. In the Himachal. Full stop. Shimla, SHIMLA. Shimla. Dalhousie, DALHOUSIE. Dalhousie. Kullu, KULLU. Kullu. Manali, MANALI. Manali. Mussoorie. And Nainital. 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 Sorry, Nainital. ഇവിടെ ആൻഡ് ഇല്ല കേട്ടോ. നൈനിറ്റാൽ ആൻഡ് ഡാർജിലിംഗ് ഉണ്ട്. നൈനിറ്റാൽ ആൻഡ് ഡാർജിലിംഗ്
Nainital and Darjeeling are some of the popular hill stations situated in these mountains. These mountain ranges ഉണ്ട് കേട്ടോ. These mountain ranges. Second one. Purvanchal, Purvanch, Purvanchal are a series of low hill ranges located along the eastern boundary of India. Along the eastern boundary of India. നിജാദ് ഉണ്ട് ഇവിടെ. നിജാദെ, നിന്റെ നോട്ട് മാത്രം സെൻഡ് ആയില്ല. ആതിരയും ജസ്റ്റിസും സെൻഡ് ചെയ്തു. നിജാദ് ഇതുവരെ സെൻഡ് ചെയ്തില്ല. Full stop. The Patkai, P-A-T-K-I, P-A-T-K-I, Patkai, Bum, B-U-M, Patkai Bum, and the Naga Hills, Patkai Bum and the Naga Hills are located in the northern part. While the Miso Hills, make up the southern part of Parvajal. എഴുതിക്കോ. പെട്ടെന്ന് എഴുതി നോക്കളെ. പെട്ടെന്ന് എഴുതാൻ പറ്റാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സുരേട്ടനെ വിളിച്ചു പറ. സുരേട്ടാ, ഞാൻ വടക്കനാണ്, അവിടെ എവിടെയെങ്കിലും നല്ല മണിയാണ് ഇപ്പൊ കൊണ്ടുണ്ടോ എന്ന് നോക്കി. ചെയ്തുവാ.